മക്കളെ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഈ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ √2, √3 ഇങ്ങനെയുള്ള ന്യൂ നമ്പേഴ്സ് ഉപയോഗിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെന്റിമീറ്റേഴ്സ് ആൻഡ് √3 സെന്റിമീറ്റേഴ്സ്? How much more is the sum of the perpendicular sides than the hypotenuse? അതായത് ഒരു മട്ടത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ വശങ്ങൾ √2 സെന്റിമീറ്ററും √3 സെന്റിമീറ്ററും ആണ് എങ്കിൽ അതിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? പെർപെൻഡിക്കുലർ വശങ്ങളുടെ നീളം ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ അവർ ചോദിച്ചത് എന്താ? നമുക്ക് അവർ തന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ളത് പെർപെൻഡിക്കുലർ സൈഡ്സ് ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് √2ഉം √3യുമാണ്. പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രിയെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സൈഡ്സിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും √2ഉം √3യുമാണ്. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്? അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കാണാൻ അറിയാം. AC² ഈസ് ഈക്വൽ ടു, നമുക്കറിയാം AC² ഈസ് ഈക്വൽ ടു AB² പ്ലസ് BC². ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ AC² ഈസ് ഈക്വൽ ടു AB² പ്ലസ് BC². അപ്പൊ AB √2 ആണ്, BC √3 ആണ്. ദാറ്റ് ഈസ് √2² പ്ലസ് √3². √2ന്റെ സ്ക്വയർ 2 വരും, √3യുടെ സ്ക്വയർ 3 വരും. അപ്പൊ നമുക്ക് AC² ഈസ് ഈക്വൽ ടു AB² പ്ലസ് BC² എന്ന് പറയുമ്പോൾ √2² പ്ലസ് √3² ദാറ്റ് ഈസ് 5 എന്ന് വരും. അപ്പൊ നമുക്ക് AC ഈക്വൽ ടു √5. Therefore, hypotenuse is √5. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മച്ച് മോർ ഈസ് ദി സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ഹൈപ്പോട്ടന്യൂസ്? അതായത് പെർപെൻഡിക്കുലർ വശങ്ങളുടെ നീളം ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പം നമുക്കറിയാം പെർപെൻഡിക്കുലർ വശങ്ങളുടെ നീളം എന്ന് പറയുമ്പം AB പ്ലസ് BC അല്ലേ? അത് ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പം നമുക്ക് AB പ്ലസ് BC മൈനസ് AC എങ്കിലല്ലേ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വശങ്ങളുടെ നീളം ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതൽ? അപ്പം നമുക്ക് AB പ്ലസ് BC ആണ് പെർപെൻഡിക്കുലർ വശങ്ങളുടെ ടോട്ടൽ ആകെ മൊത്തം നീളം. അത് ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതൽ? അപ്പം നമുക്ക് √2 AB പ്ലസ് BC മൈനസ് AC അതാണ് നമ്മൾക്ക് കാണേണ്ടത്. നമ്മൾ വാല്യൂസ് കൊടുക്കാം. √2 പ്ലസ് √3 മൈനസ് √5. ഇവിടെ നമുക്ക് സാർ ആദ്യത്തെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു, √2ഉം √3യും നമ്മൾ ഓർത്തിരിക്കണം. √2ന്റെ വാല്യൂ 1.414, √3യുടെ വാല്യൂ 1.732. നമ്മൾ ഇത് രണ്ടും ഇവിടെ എഴുതി. √2 പ്ലസ് √3 1.414 പ്ലസ് 1.732 മൈനസ് √5ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് √5 ഈസ് ഈക്വൽ ടു 2.236. അപ്പൊ നമ്മൾ 2.236 എഴുതി. അടുത്തത് നമ്മൾ ഡെസിമലിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യാനുള്ളതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 1.414 പ്ലസ് 1.732 എടുക്കുമ്പോൾ നമുക്ക് 3.146 കിട്ടും. ഇനി അതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുക, മൈനസ് 2.236. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0.91 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? അതായത് സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈപ്പോട്ടന്യൂസ് ബൈ 0.91 സെന്റിമീറ്റർ. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മക്കൾ മറക്കരുത്.
അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ മതി. സാർ നമുക്ക് PDF ക്വസ്റ്റ്യൻസ് അയച്ചു തരും. ടീച്ചേഴ്സ് നിങ്ങളെ ഓൺലൈനായിട്ട് ഗ്രൂപ്പായിട്ട് നിങ്ങളെ എല്ലാ കുട്ടികളെയും കൂടി ഇരുത്തി ഗ്രൂപ്പായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും.